വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചമുളക് അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പം ഏകദേശം 25 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം അത്യാവശ്യം എരിവുള്ളതാണ്. 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് തൊലിയൊക്കെ പൊളിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണ് കടുകും 1/4 ടീസ്പൂണിൻ്റെയും പകുതിയോളം ഉലുവയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഞാനിതിനകത്ത് ഇടുന്നില്ല, കാരണം അതിൻ്റെയും കൂടെ എരിവ് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ഈന്തപ്പഴവും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. കാരണം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരുമിച്ച് കിടന്ന് വഴണ്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇത് ഈ നെയ്ച്ചോറിൻ്റെ ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അത്യാവശ്യം എരിവും പുളിയും മധുരവും എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. അതും ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അടുപ്പിച്ചൊക്കെ ഉണ്ട്. ഞാനിപ്പം ഹോൾ ഇട്ടത് വെച്ച് ഇങ്ങനെ അമർത്തി ഇട്ടത് കൊണ്ട് നമുക്ക് സ്പൂണിലാണെങ്കിൽ ആ ഒരു കണക്ക് കറക്റ്റായിട്ട് അറിയാം. എന്നാലും കായത്തിൻ്റെ ഒരു മണം നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് വേണം, അതുകൊണ്ടാണ്. ഇനി ആ പൊടികളും കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് മാത്രം നമുക്ക് മുളക് പൊടിയാണ്. അത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അതിനാകുമ്പം ഒട്ടും തന്നെ എരിവ് കാണത്തില്ല. അതും ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കണം. ഇപ്പം ഏകദേശം ആ ഒരു പച്ചമുളകും ഈന്തപ്പഴവും ഒക്കെ നന്നായിട്ടിങ്ങനെ വെന്തിട്ടുമുണ്ട്, എന്നാൽ നന്നായിട്ട് ഇങ്ങനെ വാടിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് ഏകദേശം വലിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിനുള്ള പുളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് നന്നായിട്ടിങ്ങനെ അലിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് ഫുള്ള് നമുക്കിതിലേക്ക് അങ്ങ് ആവശ്യമുണ്ട്. ഇത്രയും നമ്മൾ ചേർക്കണം, കാരണം ഇതിനി നല്ലോണം തിളച്ച് കുറുകി വരണേ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കരയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് ഉരുക്കിയിട്ട് അഴുക്കൊക്കെ കളഞ്ഞ് അത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഏകദേശം ഈ ഒരു സ്പൂണിൻ്റെ 3 വലിയ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നോക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ അടച്ചൊന്നും വെച്ചിട്ടില്ല. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്, കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ പാകത്തിനായിട്ടുണ്ടോ എന്ന് ഇപ്പം നോക്കണേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ ദേ ഏകദേശം പണിയൊക്കെ കഴിയാറായി. ഏറ്റവും ലാസ്റ്റ് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ആ ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് കൊടുത്തത്. ചെറിയൊരു പുളിരസം കുറച്ചും കൂടെ കാണുമേ. ഇപ്പോൾ ദേ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി എന്തായാലും നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വരും. ആ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മധുരവും പുളിയും എരിവും ഒക്കെ ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.